വെൽക്കം ടു സൈലം ലേണിംഗ്. അനിറ്റ മിസ് ആണ്. സോ എല്ലാവരും നമ്മുടെ NMMS എക്സാമിന് വേണ്ടി അടിപൊളിയായിട്ട് ഇതാ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, മിസ്സിൻ്റെ കൂടെ ഓരോ ചോദ്യം ഒന്ന് ചെയ്തു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉത്തരം ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് ഇതാ പോകുന്നു. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് എ പാസഞ്ചർ ഇൻ എ മൂവിംഗ് ബസ്? ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിലെ യാത്രക്കാരനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓക്കെ, അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഈസ് അറ്റ് റെസ്റ്റ് റിലേറ്റഡ് ടു ബസ്? ബസ്സിനെ അപേക്ഷിച്ച് നിങ്ങൾ നിശ്ചലാവസ്ഥയിലാണ്. ഇത് ശരിയാണോ തെറ്റാണോ? നിങ്ങളിപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾക്കിപ്പം കോഴിക്കോട് നിന്നും കൊയിലാണ്ടിയിലേക്ക് പോകണം. നിങ്ങളൊരു ബസ്സിൽ കയറി, നിങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. എന്നിട്ട് നിങ്ങളിതാ കോഴിക്കോട് നിന്ന് നിങ്ങൾ ബസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് സീറ്റൊക്കെ കിട്ടി, നിങ്ങൾ അവിടെ ഇരിക്കുവാണ്. എന്നിട്ട് നിങ്ങൾ കൊയിലാണ്ടി എത്തുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്, ആ ബസ്സിൽ അതേ പൊസിഷൻ തന്നെ ഇരിക്കുവാണ്. അതായത് ബസ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ഒരു പൊസിഷൻ ചേഞ്ച് അല്ലെങ്കിൽ ഒരു സ്ഥാനമാറ്റം സംഭവിച്ചിട്ടില്ല. അതായത് ബസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ റെസ്റ്റിൽ തന്നെയാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ ശരിയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻ മോഷൻ റിലേറ്റഡ് ടു റോഡ്? റോഡിനെ അപേക്ഷിച്ച് നിങ്ങൾ ചലനാവസ്ഥയിലാണ്. അതും ശരിയാണ്. ആദ്യം നിങ്ങൾ എവിടെയായിരുന്നു? കോഴിക്കോടായിരുന്നു. പിന്നെ നിങ്ങൾ എവിടെ എത്തി? കൊയിലാണ്ടി എത്തി. അപ്പോൾ റോഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചലനാവസ്ഥയിലാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റും ഇവിടെ ശരിയാണ്. അടുത്തത് ഈസ് ഇൻ മോഷൻ റിലേറ്റഡ് ടു ബസ്? ബസ്സിനെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണ്. ഇത് ശരിയാണോ? അല്ല അല്ലേ? കാരണം ഇത് തെറ്റാണ്. കാരണം ബസ്സിനെ അപേക്ഷിച്ച് നമ്മൾ എപ്പോഴും നിശ്ചലാവസ്ഥയിലാണ് ഉള്ളത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അടുത്തത് ഈസ് അറ്റ് റെസ്റ്റ് റിലേറ്റഡ് ടു അനദർ പാസഞ്ചർ ഇൻ എ ബസ്? ബസ്സിലെ മറ്റൊരു യാത്രക്കാരനെ അപേക്ഷിച്ച് നിശ്ചലാവസ്ഥയിലാണ്. അതായത് നിങ്ങളിപ്പോൾ കോഴിക്കോട് നിന്ന് കയറുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് സീറ്റ് കിട്ടി, ഫ്രണ്ടിന് സീറ്റ് കിട്ടി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? കോഴിക്കോട് നിന്ന് കൊയിലാണ്ടി എത്തി. കൊയിലാണ്ടി എത്തുന്ന സമയത്ത് നിങ്ങൾ ഫ്രണ്ടിനെ നോക്കുന്ന സമയത്ത് എന്താണ്? ഫ്രണ്ടും നിങ്ങളും ആദ്യം കോഴിക്കോട് നിന്ന് എവിടെയാണോ പൊസിഷനിൽ ഇരുന്നത് അതേ പൊസിഷനിൽ തന്നെയാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ടുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് യാതൊരുവിധ പൊസിഷൻ ചേഞ്ചും സംഭവിച്ചിട്ടില്ല. അതായത് നിങ്ങളവിടെ നിശ്ചലാവസ്ഥയിൽ തന്നെയാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്തായിരിക്കും? ഇവിടെ ഏതായിരിക്കും ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഏതായിരിക്കും നോട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടുപിടിക്കണം. പ്രഷർ ഡിക്രീസസ് ആസ് സർഫസ് ഏരിയ ഇൻക്രീസസ്? അതായത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയും. പ്രഷർ ഡിക്രീസസ് ആസ് സർഫസ് ഏരിയ ഡിക്രീസസ്? പ്രതലത്തിന്റെ പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കുറയും. സർഫസ് ഏരിയ ഡസന്റ് അഫക്ട് പ്രഷർ? പ്രതല പരപ്പളവ് മർദ്ദത്തിനെ സ്വാധീനിക്കുന്നില്ല. ഒന്നും രണ്ടും ശരി. അപ്പം നമുക്കൊരു ഇക്വേഷൻ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പ്രഷർ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ ഏരിയ ആണ്. അതായത് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A. ഈ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/A എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഇവിടെ ഏരിയ കൂടുവാണെങ്കിൽ പ്രഷർ എന്ത് ചെയ്യും? കുറയുവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടി. ഇവിടെ ഏരിയ കൂടുവാണെങ്കിൽ നമ്മുടെ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? കുറയുവാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രഷർ കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏരിയ കൂടുന്നത് കൊണ്ടാണ്. സോ നമ്മുടെ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. പ്രഷർ ഡിക്രീസസ് ആസ് സർഫസ് ഏരിയ ഇൻക്രീസസ്? പ്രതലത്തിന്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുവാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഡാഷ് ഈസ് റിക്വയർഡ് ടു ചേഞ്ച് ദി സ്റ്റേറ്റ് ഓഫ് ബോഡി അറ്റ് റെസ്റ്റ്? നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കുന്നതിന് എന്താണ് പ്രയോഗിക്കേണ്ടത്? ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഫോഴ്സ് തന്നിട്ടുണ്ട്, അൺബാലൻസ്ഡ് ഫോഴ്സ് വന്നിട്ടുണ്ട്, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് വന്നിട്ടുണ്ട്, എക്സ്റ്റേണൽ ഫോഴ്സ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ന്യൂട്ടന്റെ ലോ ഒക്കെ നിങ്ങൾക്ക് പരിചിതമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ തന്നെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. സോ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അതായത് ഇപ്പോൾ സപ്പോസ് ഇവിടെ ഒരു ടേബിൾ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ടേബിൾ ഇവിടെ റെസ്റ്റിലാണ്. നിങ്ങൾക്ക് മൂവ് ചെയ്യിക്കണം. നിങ്ങൾ ചുമ്മാ ഒരു ഫോഴ്സ് കൊടുത്താൽ അത് മൂവ് ചെയ്യുമോ? അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതാ ഒരു സൈഡിൽ നിന്ന് നിങ്ങൾ 10 ന്യൂട്ടൺ അപ്ലൈ ചെയ്തു. അതേ ഫോഴ്സ്, അതായത് അതേ എമൗണ്ട് 10 ന്യൂട്ടൺ തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതാ അപ്ലൈ ചെയ്തു. അതായത് ഇവിടെ അസന്തുലിതമായ ബാഹ്യബലമാണോ കൊടുത്തിരിക്കുന്നത്? അതായത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണോ? അല്ല, ജസ്റ്റ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് മാത്രമാണ് കൊടുത്തത്. അത് ബാലൻസ്ഡ് ആണ്. രണ്ടും സെയിം ആണ്. ഒരു സ്ഥലത്ത് നിന്ന് 10 ന്യൂട്ടൺ കൊടുക്കുന്നു, അതേ എമൗണ്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്ന് 10 ന്യൂട്ടൺ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു ടേബിളിന് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു ടേബിളിന് അവിടെ ഒരു പൊസിഷൻ ചേഞ്ചേ സംഭവിക്കുന്നില്ല. അതേസമയം നിങ്ങൾ ഇവിടെ ഒരു 10 ന്യൂട്ടണിന് പകരം ഇവിടെ ഒരു 20 ന്യൂട്ടൺ ആണെങ്കിൽ ഇവിടെ പൊസിഷൻ ചേഞ്ച് സംഭവിക്കും. അതായത് ഇത് മൂവ് ചെയ്യിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്, അസന്തുലിതമായ ബാഹ്യബലം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ദ പ്രഷർ അറ്റ് ദി ബോട്ടം ഓഫ് ദി പോണ്ട് ഈസ് ഡാഷ് ദാൻ ദി പ്രഷർ അറ്റ് ദി ടോപ്പ്? ഒരു കുളത്തിന്റെ അടിഭാഗത്തെ മർദ്ദം മുകൾ ഭാഗത്തെ മർദ്ദത്തേക്കാൾ കൂടുതലായിരിക്കും, കുറവായിരിക്കും, അല്ലെങ്കിൽ സെയിം ആയിരിക്കും? വിൽ ബി ലെസ്, വിൽ ബി മോർ, നോ ചേഞ്ച്, മേ ബി മോർ ഓർ ലെസ്? ഏതായിരിക്കും? ഇപ്പം നമ്മൾ ജസ്റ്റ് ഒരു കുളം കൺസിഡർ ചെയ്യുവാണ്.
ഈ കുളത്തിന്റെ അടിഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് ആരൊക്കെ നൽകുന്ന പ്രഷറായിരിക്കും? ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ മൂലം ഉണ്ടാവുന്ന ഒരു പ്രഷർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വാട്ടറിന്റെ വെയിറ്റ് മൂലം ഉണ്ടാവുന്ന ഒരു പ്രഷറും ഉണ്ടായിരിക്കും. സോ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും, വിൽ ബി മോർ ആയിരിക്കും. ഓക്കെ, ഇതും നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് നമ്മുടെ NMMS എക്സാമിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങിയ ഈ ഒരു സ്കോളർഷിപ്പ് നമുക്ക് വേണം. അപ്പോൾ നിങ്ങൾക്ക് സൈലത്തിൻ്റെ കൂടെ അടിപൊളിയായിട്ട് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സൈലത്തിൻ്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ഉണ്ട്. അപ്പോൾ ബാച്ചുമായിട്ട് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ സ്ക്രോളിൽ ഒരു കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. സോ ആ ഒരു കോൺടാക്ട് നമ്പറിൽ കോൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പ് വരുത്താം കേട്ടോ. അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.